സർക്കാർ ആശുപത്രികൾക്കെതിരെ നാടൊട്ടുക്ക് പ്രതിഷേധമാണ്. സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ശസ്ത്രക്രിയ നടത്തിയപ്പോൾ കത്രിക അകത്ത് മറന്നു വെച്ചു, അല്ലെങ്കിൽ കത്രിക എടുക്കാൻ വിട്ടുപോയി, കത്രിക അടുത്ത സർജറിക്ക് വേണ്ടി കരുതി വെച്ചതാണ്, നിക്ഷേപിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ, സർക്കാർ ഡോക്ടർമാരുടെ സമരം, സർക്കാർ നടപടിയെടുത്തതിനെ തുടർന്ന് ഒരു ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രതിഷേധ സമരം, അങ്ങനെ സർക്കാരിന്റെ ആരോഗ്യ മേഖലയാകെ പ്രതിസന്ധിയിലെന്ന് ആരോപിച്ചിട്ടാണല്ലോ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് ഉള്ളിലേക്ക് അതിക്രമിച്ച് അവിടെ റീത്തൊക്കെ വെച്ച് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള മാമൽ ആശുപത്രി കാട്ടാക്കട തിരുവനന്തപുരത്ത്, അവിടെ എന്തുകൊണ്ട് കോൺഗ്രസുകാരൊന്നും പറയുന്നില്ല? അവിടെ ജീവൻ പൊലിഞ്ഞത് 2.5 വയസ്സുള്ള ഐഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പിഞ്ചോമനയുടേതല്ലേ? അവിടെ എന്തുകൊണ്ട് ഇവർ പോയി സമരം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഇവർ എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല? അത് മറ്റൊന്നുമല്ല, അവർക്കാണ് ആവശ്യം കാശുകൊണ്ട്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാശുകൊണ്ട് അത്താഴമുണ്ണേണ്ട ഗതികേട് ഇടതു മുന്നണിക്കില്ല, ആ ഗതികേടുള്ളത് വലതു മുന്നണിക്കാണ്. അതുകൊണ്ട് മുതലാളിമാരുടെ സ്ഥാപനങ്ങളിലേക്ക് കോൺഗ്രസുകാർ സമരം ചെയ്യുക സ്വാഭാവികമായും നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് പഠിക്കേണ്ടത്. ഈ പിഞ്ചോമനയ്ക്ക് എന്തായിരുന്നു അസുഖം? നീർപ്പോള, കണ്ണിൽ ഒരു പോള വീർത്ത് വരുന്നു, കൺപോള വീർത്ത് വരുന്നു, ശ്വാസം മുട്ടൽ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ, സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ പീഡിയാട്രീഷ്യൻ അതായത് ശിശുരോഗ വിദഗ്ധരില്ല. സ്വാഭാവികമായും രക്ഷിതാക്കൾ സമീപത്തെ മറ്റ് ആശുപത്രികളിലേക്ക് അഭയം തേടും. അങ്ങനെ പോയപ്പോൾ ശിശുരോഗ വിദഗ്ധനുണ്ട്. വസ്ത്രത്തിന്റെ അലർജിയാണെന്ന് പറയുന്നു. ശിശുരോഗ വിദഗ്ധൻ ഈ മാമൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. കുട്ടിയെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ കാണിക്കുന്നു, കണ്ണിന് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. അങ്ങനെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് തുടങ്ങി. പക്ഷേ കുട്ടി കൊളാപ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടി അസുഖം മൂർച്ഛിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെയാണ് വീണ്ടും മാമൽ ആശുപത്രിയിലേക്ക് വരുന്നത്. ആ ആശുപത്രിയിൽ വെച്ച് കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഓക്സിജൻ സിലിണ്ടർ മാസ്ക് ഫിറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ 2 ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. കുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡോക്ടർമാരും നഴ്സുമാരും ഒപ്പം കൂടിയാണ് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചുപോയി എന്ന ദുഃഖവാർത്ത ലോകമറിയുന്നു. കേരളം ഒട്ടുക്ക് ദുഃഖിതരായിരിക്കുമ്പോൾ, കേരളം ഒട്ടുക്ക് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു അടുത്ത വാർത്ത. എന്താണ്? കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ച മറ്റൊരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വിട്ടുകൊടുക്കണമെങ്കിൽ 11,000 രൂപ വേണം. അവിടെ നിന്ന് ഒരു ചികിത്സയും കുട്ടിക്ക് ലഭിച്ചിരുന്നില്ല. ആ ആശുപത്രിയിൽ എത്തുമ്പോൾ കുട്ടി മരിച്ചുപോയി. അതുകൊണ്ടാണ് ആ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചത്. എന്തിനാണ്? പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. ആ ആശുപത്രിയും ആവശ്യപ്പെട്ടു 11,000 രൂപ, എങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ ഷഡിച്ചു. ആലോചിച്ച് നോക്കുക, കേരളം ആകമാനം കണ്ണീർ തൂകി യാത്രയാക്കിയ ഒരു പിഞ്ചോമനയുടെ ശവശരീരം ആ മോർച്ചറിയിൽ സൂക്ഷിച്ചു എന്നതിന് ആ ബന്ധുക്കളോടും രക്ഷിതാക്കളോടും ആശുപത്രി ആവശ്യപ്പെട്ടത് 11,000 രൂപയാണ്. എന്നിട്ട് മാമൽ ആശുപത്രി അധികൃതർ, അതായത് ആദ്യം ചികിത്സിച്ച ആശുപത്രിയുടെ അവിടെ നിന്ന് 9,000 രൂപ കൊണ്ട് ഈ പുതിയ പറയപ്പെടുന്ന സ്വകാര്യ ആശുപത്രി കെട്ടിവെച്ച ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. ആലോചിച്ച് നോക്കുക, സർക്കാർ ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ മാധ്യമങ്ങൾ വച്ചിരിക്കുന്നു? ഒരിക്കലുമില്ല. ഇപ്പോ പത്രങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ താളിലൊക്കെ ഈ വാർത്തയുണ്ട്. മറ്റതാണെങ്കിലോ മുൻ പേജിൽ, എഡിറ്റോറിയൽ പേജിലൊക്കെ വാരി വലിച്ച് എഴുതിയേനെ പിഞ്ചോമനയുടെ മരണം സർക്കാർ ആശുപത്രിയിലെ ഗുരുതര വീഴ്ച, ഗുരുതര പിഴവ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെയാണ് ഇരട്ടത്താപ്പ്, മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. വാർത്ത പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ആശുപത്രികളിലെ സമരത്തെക്കുറിച്ച് പറയും, രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതൊക്കെ സർക്കാരിനെ വിമർശിക്കുന്നതല്ല. ഇങ്ങനെയുള്ള പിഴവുകൾ നടക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ആ പിഴവുകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും, അതേ അവസരം തന്നെ സ്വകാര്യ ആശുപത്രികളെയും സ്വകാര്യ ലോബികളെയും സഹായിക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന UDF-നെയും പ്രതിഷേധക്കാരെയും പ്രതിപക്ഷക്കാരെയും എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് നിശ്ചയമില്ല. ഏതായാലും ഐഷ ഫാത്തിമയുടെ ബോഡി സൂക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് പോലും ആയിരക്കണക്കിന് രൂപ പ്രതിഫലം വേണം എന്ന് ആവശ്യപ്പെട്ട ആ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഒക്കെ എന്തുമാത്രം അപകടകരമായ സ്ഥിതിയാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹികമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുജനം ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലാതെ ഞാനൊക്കെ ഇങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞ് വിശദമാക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുള്ള കണ്ണീർ കഥാ സ്പർശം നമ്മുടെ എമ്പതി വളരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ സംഭവം ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രം മതി.